വെറുതെ തമാശ കളിക്കരുത്. കുറച്ചൊക്കെ തമാശ ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ ടൂർ പോകുന്നത് സോർദാറെ? അതെ അതെ ശരിയാണ്. അത് മാത്രമല്ല ഞങ്ങൾക്ക് അതൊരു ഫ്രീ എന്റർടൈൻമെന്റ് ആകുമല്ലോ. അല്ല ഇതെന്തു പറ്റി? ഇദ്ദേഹത്തിന് എന്താ പറ്റിയത്? ഇദ്ദേഹത്തിന് വയറ് വേദനിക്കുന്നുണ്ടെന്ന് ഉടനെ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോണ്ടി വരും. ഇനിയിപ്പോ ഈ ടൂർ എന്തായാലും ക്യാൻസൽ ചെയ്യേണ്ടി വരും. വളരെ ബുദ്ധിമുട്ടി ഒരു ദിവസം അവധിയെടുത്ത് കുടുംബത്തോടൊപ്പം ടൂർ പോകാൻ വേണ്ടി വന്നതാ. ഇവിടെ അടുത്ത് തന്നെ ഒരു ഹോസ്പിറ്റലുണ്ട്. നിങ്ങൾ ഡ്രൈവറിനെ അങ്ങോട്ട് കൊണ്ടുപോ. ഈ ടൂറിന്റെ കാര്യം ഞങ്ങൾ നോക്കാം. അയ്യോ, ഡ്രൈവറും ഗൈഡും ഇല്ലാതെയോ? ഈ ബസ് ഞാൻ ഓടിച്ചോളാം. പിന്നെ ഈ പോപ്പട്ടിന് അത്രയും ബ്രില്യന്റ് ആയ ഒരു ഗൈഡ് വേറെ എങ്ങും ഉണ്ടാവില്ല. സംശയമുണ്ടോ? ബാക്കിയുള്ള മാനേജ്മെന്റ് മൊത്തം ഞാൻ ഹടിയും കൂടെ നോക്കിക്കോളാം. എന്നാ ശരി, ഈ ബുക്കില് ടൂറിസ്റ്റിനെ കുറിച്ചുള്ള ടൂറിസ്റ്റ് പോയിന്റിന്റെ എല്ലാ വിശദ വിവരങ്ങളും ഉണ്ട്. ഇത് നിങ്ങളെ സഹായിക്കും. ഓക്കെ, ഇനി വേഗം ഇദ്ദേഹത്തെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വിട്ടോ. സംശയമുണ്ടോ? ഡ്രൈവർ, ഈ വണ്ടി വേഗം ഹോസ്പിറ്റലിലേക്ക് വിട്. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഇതാണ് ഓൾഡ് സിറ്റി. നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്ന സൗധങ്ങളുണ്ടല്ലോ, ഇത് 1660 ഇവിടുത്തെ മഹാരാജാവ് പണി കഴിപ്പിച്ചതാണ്. പിന്നെ നിങ്ങളുടെ ലെഫ്റ്റിലായിട്ട് മൈതാനത്ത് കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്നത് കണ്ടില്ലേ? ഇവിടം വളരെ വലിയൊരു തടാകമായിരുന്നു. മഹാരാജാവ് റാണിയോടൊത്ത് വഞ്ചിയിൽ യാത്ര ചെയ്യാൻ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടായിരുന്നു. സംശയമുണ്ടോ? പോപ്പട്ടെ, എനിക്കറിയില്ലായിരുന്നു ഹിസ്റ്ററിയെ കുറിച്ച് നിനക്കത്ര നോളജ് ഉണ്ടെന്ന്. എടാ, ഞാൻ പറഞ്ഞേക്കതാ ഈ ബുക്കിൽ എഴുതിയിരിക്കുന്നതാ. സംശയമുണ്ടോ? ഈ ഗാർഡൻ ദയാ ഗാർഡൻ എന്ന പേരിലാണ് പ്രശസ്തമായിരിക്കുന്നത്. മഹാരാജാവ് തന്റെ അമ്മ ദയയുടെ ഓർമ്മയ്ക്കായാണ് ഇത് പണിയെടുപ്പിച്ചിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന പ്രതിമയുണ്ടല്ലോ, അത് അവരുടേതാണ്. അല്ല സാറേ, നിങ്ങൾ എന്താ ഫോട്ടോസ് ഒന്നും എടുക്കുന്നത് കാണുന്നേ ഇല്ലല്ലോ? അത് പിന്നെ അങ്കിൾ, അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, അഥവാ നമ്മൾ ഈ കാഴ്ചകളൊക്കെ നമ്മുടെ ഈ കണ്ണുകളിലൂടെ കണ്ടില്ല എങ്കിൽ പിന്നെ ഈ മനോഹരമായ കാഴ്ച നമുക്ക് ഫോട്ടോയിൽ കൂടി ആസ്വദിക്കാൻ കഴിയില്ല. ഇനി നമ്മൾ ഇവിടുന്ന് നേരെ മഹാരാജാവിന്റെ കോട്ടയിലേക്ക് പോകും. അവിടെയാണ് മഹാരാജാവ് സമയം ചെലവഴിച്ചിരുന്നത്. യങ് ബോയ്, ഇവിടെ വല്ലാതെ വെയിലടിക്കുന്നുണ്ട്. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതിനെന്താ, തീർച്ചയായിട്ടും ചെയ്യാൻ കഴിയും. ദാ പിടിച്ചോങ്കിൽ, ഇതിപ്പോ മൂവിംഗ് റെസ്റ്റോറന്റ് ആയിട്ട് മാറി. വെളിച്ചമുണ്ട്, പിന്നെ അത്യാവശ്യം കാറ്റുമുണ്ട്. അടിപൊളിയായിട്ടുണ്ട് യങ് മാൻ. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും അല്പം ലഘുഭക്ഷണമാകാം. ഇതിനിടയ്ക്കാരെ പടക്കം പഠിച്ചത്? വണ്ടിയുടെ ടയർ പൊട്ടിയതാണ്. ഇത് ശരിയാക്കി എടുക്കാൻ 1 മണിക്കൂർ എടുക്കും. ഏത് സമയത്താണ് ടൂർ എന്നും പറഞ്ഞ് ഇറങ്ങിത്തിരിക്കാൻ തോന്നിയത്? വളരെ നല്ല സമയത്താണ് ഇറങ്ങി തിരിച്ചത്. ദാ നോക്ക്, എത്ര മനോഹരമായ സ്പെഷ്യൽ പോയിന്റിൽ വന്നാണ് ടയർ പഞ്ചറായെന്ന്. ഇത് വെള്ളച്ചാട്ടമല്ലേ? അതെ, ഫിലിം രാവണനിലെ ഐശ്വര്യയുടെ ഡാൻസ് ഇവിടെ വെച്ചാണ് ഷൂട്ട് ചെയ്തത്. കൂടാതെ ബ്രഹ്മാണ്ഡ ചിത്രമായ ബാഹുബലിയിലെ പല സീനുകളും ഇവിടെ വെച്ചാണ് എടുത്തത്. എന്താ, ഇറങ്ങുന്നോ? എന്നാ പിന്നെ ഇറങ്ങിയിട്ട് തന്നെ കാര്യം. എങ്കിൽ വേഗം വരൂ. വാവ്, കൊള്ളാം, അടിപൊളി സ്ഥലം. അയ്യോ, എന്റെ മോൻ. നിങ്ങൾ പേടിക്കണ്ട, കുഞ്ഞിനൊന്നും സംഭവിക്കില്ല. ദാ ഈ കയറിൽ പിടിക്ക്. ആ കുട്ടി പേടിച്ചിരിക്കാ കൊച്ചളിയ, ഞാൻ അങ്ങോട്ട് ചെല്ലാം. ഹണി, സൂക്ഷിച്ചിറങ്ങ. ഇനി വലിച്ചോ.
ഓ ഭയങ്കര ചൂടാണ്. പക്ഷെ ഈ തണുത്ത വെള്ളത്തിൽ നീന്തുമ്പോൾ നല്ല സുഖമുണ്ട്. ഇപ്പൊ ഞാൻ ഫിലിം ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്ന വെള്ളച്ചാട്ടത്തിലാണ് കുളിക്കുന്നത് എന്നുള്ള കാര്യം എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അടിപൊളി കുട്ടികളെ. പോപ്പട്ടെ, ഈ വെള്ളച്ചാട്ടത്തിൽ ഫിലിം ഷൂട്ടിംഗ് ഒക്കെ നടന്നിട്ടുണ്ടെന്ന് നിനക്ക് എങ്ങനെയാ മനസ്സിലായേ? അതും ബുക്കിൽ എഴുതിയിട്ടുണ്ടോ? അല്ലല്ല, ഞാൻ നേരത്തെ ആ സിനിമ കണ്ടിട്ടുണ്ട്. ലൊക്കേഷൻ കണ്ടപ്പോ പെട്ടെന്ന് ഓർമ്മ വന്നതാ. ഇവിടെ ഒരുപാട് സിനിമയുടെ ഷൂട്ടിംഗ് നടന്നിട്ടുണ്ട്. സംശയമുണ്ടോ? നീ ശരിക്കും ഒരു ഗൈഡ് ആവേണ്ട ആള് തന്നെയാ. എന്താ ഒരു ഓർമ്മശക്തി. എല്ലാ കാര്യങ്ങളും ഓർമ്മയിൽ വെക്കുന്നവനാണ് ഒരു യഥാർത്ഥ ഗൈഡ്. സംശയമുണ്ടോ? പക്ഷെ കോട്ടയെ കുറിച്ച് നീ ഓൾറെഡി വായിച്ചു കാണുമല്ലോ. അത് വായിക്കുക മാത്രമല്ല, ചില പ്ലാനുകളും ഉണ്ട്. അതിനു വേണ്ടിയിട്ട് ഒരു കോൾ മാത്രം ചെയ്താൽ മതി. ഹലോ, അതെ അളിയാ, എനിക്ക് നിന്റെ ഒരു സഹായം ആവശ്യമുണ്ട്. മാൻ നഗറിനടുത്തുള്ള കോട്ടയിലേക്ക് നീ വേഗം വന്നെത്തണം. ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ഓക്കെ? ആ, ടയറ് ശരിയാക്കി. ഇനി എല്ലാരും വന്നോളൂ. ഇല്ല, ഇവിടെ നല്ല രസമുണ്ട്. കോട്ടയിൽ ഇതിലും രസമായിരിക്കും. നിങ്ങൾക്കതിന്റെ മുഴുവൻ ചരിത്രവും ഞാൻ പറഞ്ഞുതരാം. സംശയമുണ്ടോ? ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഇത് മാല നദിയാണ്. ഈ മലയ്ക്ക് ചുറ്റും ഒഴുകുന്നത് കൊണ്ട് മാല പോലെയാണ് കാണപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇതിനെ മാലാ നദി എന്ന് വിളിക്കുന്നത്. സംശയമുണ്ടോ? എനിക്കിതിനെ കണ്ടിട്ട് ഏകദേശം ഒരു പാമ്പിനെ പോലെ തോന്നുന്നത്. എന്നാ പിന്നെ സാറ് പാമ്പ് നദി എന്ന് വിളിച്ചോ. പേര് മാറ്റി പറയുന്നോണ്ട് സാറിന്റെ ടിക്കറ്റിന്റെ റേറ്റ് ഒന്നും കൂട്ടില്ലല്ലോ. താങ്കൾ വളരെ നന്നായിട്ട് തമാശ പറയുന്നുണ്ടല്ലോ പോപ്പട്ട്. ആ, അയ്യോ. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു കാടാണ്. ശരിക്കും അതൊരു കൊടും കാടാണ്. ഇവിടെ നിങ്ങൾക്ക് വ്യത്യസ്തമായ ജീവജാലങ്ങളെ കാണാൻ സാധിക്കും. മോനെ, നിന്റെ വൺ ഡേ ടൂറാണ്. ഇവിടമെല്ലാം ചുറ്റി നടന്ന് കാണണമെങ്കിൽ മിനിമം ഒരു ദിവസമെങ്കിലും എടുക്കും. 50 കിലോമീറ്ററോളം നീണ്ടു കിടക്കുകയാണ് ഈ കാട്. അടുത്ത പ്രാവശ്യം വരുമ്പോ കാണാം. നേരം വൈകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ടൂറിന്റെ അവസാനത്തെ സ്പോട്ടായ കോട്ടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സംശയമുണ്ടോ? ഇതാകെ നശിച്ചു തുടങ്ങിയല്ലോ. തീർച്ചയായും. പക്ഷെ ഈ കോട്ടയിൽ വെച്ചാണ് മഹാരാജാവ് പല യുദ്ധങ്ങളും ജയിച്ചത്. ദാ നോക്കി, ഇതിന് മുകളിൽ കയറി നിന്നാണ് മുഗൾ സൈന്യം അറ്റാക്ക് ചെയ്തത്. പക്ഷേ മഹാരാജാവിന്റെ സൈന്യം അവരെ തോൽപ്പിച്ചു. ഇന്നും ഇവിടുത്തെ ഈ ചുവരുകളിൽ വാളുകളുടെ പാടുകളുണ്ട്. സംശയമുണ്ടോ? ഈ വാളുകളുടെ പാട് കാണാൻ വേണ്ടിട്ടാണോ നമ്മൾ ഇത്രയും ദൂരം വണ്ടി ഓടിച്ചു വന്നത്? അല്ല, ഇവിടെ നിന്ന് സൺസെറ്റ് വളരെ ഭംഗിയായിട്ട് കാണാൻ കഴിയും. ഓഹോ, അതാണോ ഇത്ര വലിയ കാര്യം? എന്റെ ടെറസിൽ നിന്നാലും ഭംഗിയായിട്ട് കാണാം. ഇവിടുത്തെ കഥകളെല്ലാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതാണ്. അന്നത്തെ മഹാരാജാവിന്റെ കയ്യിൽ അഭ്യാസങ്ങളെല്ലാം അറിയാവുന്ന ഒരു പോരാളിയായ തത്ത ഉണ്ടായിരുന്നു. ഇന്നും ആ തത്തയുടെ ആത്മാവ് ഈ കോട്ടയുടെ സുരക്ഷയ്ക്കായി കാവൽ നിൽക്കുന്നു. ആ പോരാളിയായ തത്തയുടെ ആത്മാവ് ഇപ്പൊ അങ്ങോട്ട് പറന്നുപോയി. അതെ, എല്ലാവരും നിൽക്കൂ. ഇവൻ ടൂറിസ്റ്റുകളെ ഒന്നും ചെയ്യാറില്ല. യങ് മാൻ, ഇവിടെയാണെങ്കിൽ ആത്മാക്കളുടെ തിരക്കാണല്ലോ. അതേടോ, ഇന്ന് താൻ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടില്ല. ഞാനിവിടെ ഉള്ളപ്പോൾ നിങ്ങൾക്ക് ഈ കോട്ട പിടിച്ചടക്കാൻ കഴിയില്ല. അടിപൊളി, വേഗം അടിച്ചോടിക്കാം ഗുണ്ടകളെ. ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഞങ്ങളുടെ കൂട്ടുകാരൻ തോത്താറാമാണ്. അയ്യോ, തോത്താറാമായാലും ജയറാമായാലും ആത്മാവ് തന്നെയല്ലേ? ആത്മാവും ഭൂതമൊന്നും അല്ല, ഇത് ഞങ്ങളുടെ കൂട്ടുകാരനാ. ജീവനോടെ തന്നെ ഉണ്ട്. ഈ കോട്ടയെ കുറിച്ച് കേട്ടുള്ള കഥകൾ ഫേമസ് ആണ്. നിങ്ങളെ എല്ലാവരെയും എന്റർടൈൻ ചെയ്യിക്കാനായിട്ട് ഇയാൾ ആ കഥ ഇവിടെ അഭിനയിച്ച് കാണിച്ചതാണ്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. സത്യത്തിൽ ഞാനും പേടിച്ചു പോയി. ഇങ്ങനെ ഒരു ടൂറ് എന്റെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്തായാലും അത് കലക്കി. ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ ഫാമിലിയുമായി ടൂർ പോയിട്ടുണ്ട്. പക്ഷെ ഇന്നുണ്ടായ ഈ രസകരമായ അനുഭവം ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ല.
അതെ അതെ, നിങ്ങൾ തീർച്ചയായും ഞങ്ങളെ ത്രില്ലടിപ്പിച്ചു. താങ്ക് യു. മാത്രമല്ല നിങ്ങളുടെ ബസ് ഗൈഡായ പോപ്പട്ട് പറഞ്ഞിരുന്നു ഇത് നമ്മുടെ ലാസ്റ്റ് പോയിന്റ് ആണെന്ന്. അതാ സൺസെറ്റ് കാണൂ. അതിനുശേഷം നമുക്ക് തിരിച്ചു പോകേണ്ടതുണ്ട്. കണ്ടോ എങ്ങനെയുണ്ട്? കൊച്ചളിയ, എല്ലാരും സന്തോഷത്തോടെ നിൽക്കുന്നത് കാണാൻ തന്നെ രസമുണ്ടല്ലേ? അതെ, അവർക്കും ഇത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ ടൂറുകാർക്കും ഒരുപാട് പൈസ കിട്ടുന്ന കാര്യമല്ലേ. ഹോസ്പിറ്റലിൽ നിന്ന് ഗൈഡിന്റെ ഫോൺ വന്നിരുന്നു. ഡ്രൈവറുടെ വയറുവേദന മാറി എന്നാ പറഞ്ഞത്. സംശയമുണ്ടോ? ടൂർ പൂർത്തിയായിരിക്കുകയാണ്. ഇതറിയുമ്പോ അവർക്കും സന്തോഷമാകും. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുമ്പോ കിട്ടുന്ന ഒരു സുഖം വേറെ ഒന്നിലും കിട്ടില്ല.